സേതു, ആ വാതിലെല്ലാം തുറന്നിട്ട് നീ ഇവിടെ എന്നെ എടുക്കുക? അല്ല, വിഷ്ണു ഇതുവരെ വന്നില്ലേ? ഇല്ല മാഷേ, അവൻ എന്നും കിട്ടുന്ന ആ വണ്ടി കിട്ടിയില്ല. അവൻ ആ വടക്കേലെ ബിജുവിൻ്റെ കൂട്ടത്തിൽ ബൈക്കിന് വരാമെന്നാ പറഞ്ഞ്. മാഷ് എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല, എൻ്റെ വണ്ടി അത്ര ഓടില്ല. അല്ലായിരുന്നെങ്കിൽ അത് കൊടുക്കാമായിരുന്നു. അത് അവനും അറിയാവുന്നതല്ലേ. എന്നാലും ഒരു മാഷ് നടക്ക്. In my earth, the human life, it was in the economy of my day. നാളെ നീ എപ്പോഴാ പോകുന്നത്? എത്ര മണിക്കാ ക്ലാസ്? 10:30 അച്ഛാ. അങ്ങനെയാണെങ്കിലേ നമുക്കൊരു സ്ഥലം വരെ പോകണം. നീ അത് കഴിഞ്ഞ് അവിടെ നിന്ന് അങ്ങ് പൊക്കോ. ശരി അച്ഛാ. അപ്പോൾ രാവിലെ കാണാം. It was choose my seem that in my world, that is, it was the India was most people in my. ആ മാഷോ കയറിയിരിക്കേ. അതൊക്കെ പിന്നെ ആവാം സുകുമാരാ. താൻ ആദ്യം അവൻ ആ വണ്ടി കൊടുക്ക്. ആ ഇപ്പൊ ആയിക്കോട്ടെ. ഞാൻ ഇന്നലെ കൂടെ സ്റ്റാർട്ട് ആക്കിയതാ. ആ അത് കുഴപ്പമില്ല സുകുമാര. മോനെ, സുകുമാരൻ്റെ മോൻ കഴിഞ്ഞ വർഷം വാങ്ങിച്ച ബൈക്കാ. അവനിപ്പോൾ വെളിയിൽ പോയി തൽക്കാലം നിന്റെ ആവശ്യത്തിന് ഇത് ഉപയോഗിക്കാം. സുകുമാര, അവൻ വണ്ടി നോക്കട്ടെ. നമുക്ക് അകത്ത് വേല വർത്തമാനം പറഞ്ഞിരിക്കാം. എടാ മോനെ, നീ എന്നാ വണ്ടി കൊണ്ടങ്ങ് വെക്കോ. ഞാനേ സുകുമാരനായിട്ടൊന്ന് സംസാരിച്ചിട്ട് വരാം. ശരി അച്ഛാ. അച്ഛാ, അച്ഛൻ്റെ വണ്ടിയുടെ കീച്ചൻ എനിക്ക് തരാമോ? ഇനി നിനക്ക് അതും വേണം. ഇതിൻ്റെ ഒരു കാര്യം. ആ ഇരിക്കട്ടെ. എന്നാ മോനെ. ആ ഇറങ്ങടി. മഹാഭാരത യുദ്ധം കഴിഞ്ഞ പോലെയായി. താക്കോല് നിന്റെ കയ്യിലല്ലേ? എൻ്റെ കയ്യിലുണ്ടമ്മേ. കേറി വാ. ലെറ്റർ എങ്ങനെ ഉണ്ടല്ലോ. അച്ഛാ, എന്താടാ? ഞാൻ ഒരു പാർട്ട് ടൈം ജോബ് നോക്കട്ടെ. പിന്നെ ഇപ്പം കിട്ടും. അതെന്താ ഇപ്പം അങ്ങനെ തോന്നുന്നത്? ആ വണ്ടിയുടെ CC മുടങ്ങിയതിൻ്റെ പേപ്പർ വന്നുകൊണ്ടാണോ? അതൊന്നും അല്ല അച്ഛാ. ക്ലാസ് എന്തായാലും ഉച്ച വരെ ഉള്ളൂ. ഉച്ച കഴിഞ്ഞ് ഞാൻ പിന്നെ ഇവിടെ വെറുതെ ഫോണിൽ കുത്തിയിരിക്കുക. ഇതാകുമ്പോൾ എന്തേലും ആവുമല്ലോ. ആ എന്നാ പിന്നെ നിൻ്റെ ഇഷ്ടം. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ദേ പിന്നെ ആ പേരും പറഞ്ഞു ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടക്കരുത്. PSC ടെസ്റ്റിന് അയക്കണം, മുൻതൂക്കം കൊടുക്കണം. അതൊക്കെ ഓക്കെ അച്ഛാ. വല്ല പണിക്കും പോടാ.
ആ എടാ സുജയ് നീ ഉണ്ടായിരുന്നോ? ആ 4 ദിവസം ഉണ്ടടാ. അപ്പൻ്റെ ആണ്ടല്ലേ, അത് കഴിഞ്ഞേ പോകും. പിന്നെ നിന്റെ PSC എടുത്തോ കഴിഞ്ഞോ? ഏയ് ഇല്ലടാ അതൊന്നും വിട്ടില്ല. BT ഓഫീസർ റാങ്ക് ലിസ്റ്റ് ഉണ്ട്. പിന്നെ LDCയുടെ ക്ലാസ് ഉണ്ട്, അത് ഉച്ച വരെ ഉള്ളടാ. ഉച്ച കഴിഞ്ഞ് ഇതുപോലുള്ള എന്തെങ്കിലും ചെറിയ ചെറിയ പരിപാടിക്ക് നടക്കൂടാ. കിട്ടുന്ന എന്തെങ്കിലും കിട്ടട്ടെ. ആ ഓട്ടോ ഓ ഇല്ലടാ, പെട്രോൾ അടിക്കാൻ ഉള്ളതും പിന്നെ ഫീസ് അടയ്ക്കണ്ടേ, അതേ ഉള്ളു. ഞാൻ കൊച്ചിയിലാ കൂടുതൽ ഓടാം. ആണല്ലേ? ഒരു ട്രിപ്പിനുള്ള ഫണ്ട് ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. അത് ശരി. എങ്ങോട്ടാ ട്രിപ്പ്? അത് പ്ലാൻ ചെയ്തിട്ടില്ല. സമയമാകുമ്പോൾ മൈൻഡ് പറയും, അങ്ങ് പോവും. എന്നാ ഞാൻ പോട്ടെടാ, ഒരു ഓർഡർ വന്ന് പോട്ടെ. എന്നാ ഈ പരിസരത്ത് തന്നെ ഉണ്ടാവില്ലേ? പിന്നെ ഇവിടെ തന്നെ കാണൂടാ, എവിടെ പാനാ? എന്നാ കാണാം, നീ വിട്ടോ. ഓക്കെടാ. ആ എന്നാ ശരിടാ. ഓക്കെടാ. ദേ അമ്മയുടെ മോൻ വന്നു. എന്നാ അമ്മേ, മോനെ അമ്മ ചായ എടുത്തു വെച്ചിട്ടുണ്ട്, എടുത്തു ഞാൻ ഒന്ന് കുളിച്ചിട്ടോ അമ്മേ. ചായ ചൂടാക്കി വെക്ക്. നൗഫൽ നമുക്കൊപ്പം തുടരുന്നുണ്ട്. നൗഫൽ പോലീസുകാരിൽ നിന്ന് ലാത്തി പിടിച്ചു വാങ്ങിയിരുന്ന പ്രവർത്തകർ അതെന്തിനു പ്രതിഷേധം അമ്മേ TV-ല്? നിന്റെ PSC റാങ്ക് ലിസ്റ്റ് ക്യാൻസൽ ചെയ്തതിന്റെ പ്രതിഷേധവാ. നിനക്കിതൊക്കെ തമാശ. എന്റെ 3 കൊല്ലത്തെ അധ്വാനടാ ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതായത്. സോറി. ഇനി എന്തിനാടാ ഞാൻ ഈ പരീക്ഷയൊക്കെ എഴുതി നേരം കളയുന്നത്? അങ്ങനെയാണെങ്കിലേ നീ എൻ്റെ കൂടെ കൂടുന്നു. എടാ ഞാൻ ഈ ഡെലിവറി ബോയുടെ വേഷം കെട്ടുന്നേ ഉള്ളൂ. ഞാൻ ഡെലിവറി ചെയ്യുന്നത് ഫുഡല്ല, പിന്നെ മദ്യം. പിന്നെ അതൊക്കെ നേരെ ഒന്ന് പോടാ, ഞാനങ്ങുമില്ല. നീ ഒന്നില്ലേ? പരീക്ഷ എഴുതാതെയും ചിലർ ഇവിടെ സർക്കാർ ജോലിക്ക് കയറുന്നുണ്ട്. അതിന് നല്ല പൈസ ഇറക്കണം. എൻ്റെ കൂടെ നില്ലേ, നിനക്ക് നല്ല പൈസ ഉണ്ടാക്കാം. നീ ഒന്ന് ആലോചിക്ക്. നാളെ കൂടെ ഞാനിവിടെ കാണാം. ഇൻട്രസ്റ്റ് ഉണ്ടായി പറ. എനിക്കൊന്നും ആലോചിക്കല്ല, ഞാൻ പോവാ. ആ കാണാം. എന്നാ നീ വിട്ടോ. വിഷ്ണു, ആ നീ ഇന്ന് ക്ലാസ്സിൽ പോയില്ലടാ? ഇന്ന് ക്ലാസ് ഇല്ലായിരുന്നു അച്ഛാ. എടാ എന്തിനാടാ നുണ പറയുന്നത്? ഇന്ന് മനസ്സിനൊരു സുഖമില്ലായിരുന്നു, അതുകൊണ്ട് കയറിയില്ല. പോയത് പോട്ടടാ. അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ പിന്നെ എന്താ ചെയ്യുക? ഇനി വരാനുള്ള എക്സാമിന് പ്രിപ്പയർ ചെയ്യുക, അല്ലാതെ നമ്മളിനി എന്ത് ചെയ്യാനാടാ? നീ ഇരുന്ന് പഠിക്കാൻ നോക്ക് കേട്ടോ. അപ്പുറത്തെ വീട്ടിലൊക്കെ കറണ്ട് ഉണ്ട്, നമ്മുടെ വീട്ടിൽ മാത്രമേ ഉള്ളൂ കറണ്ട് ഇല്ലാത്ത. മോളെ അപ്പുറത്തെ വീട്ടിലൊക്കെ ഇൻവേർട്ടർ ഉണ്ട്, അതാ അവിടെ കറണ്ട് പോകാത്തത്. ഹലോ, നാളെ നീ അവിടെ ഉണ്ടാവില്ലേ? പിന്നെ ഉണ്ടാവും. എനിക്ക് നിന്നോട് അല്പം സംസാരിക്കാനുണ്ട്. നീ വാ, നമുക്ക് കാണാം. ഓക്കെടാ. എടാ നീ ആ പറഞ്ഞ പരിപാടിക്ക് എത്ര രൂപ കിട്ടും? ഫുഡും കുപ്പിയാണെങ്കിൽ 1000-2000 രൂപ വരെ കിട്ടും. പിന്നെ മറ്റേതാണെങ്കിൽ 5000 രൂപയ്ക്ക് മേളോ. എനിക്ക് ഫുഡും കുപ്പിയും മതി. അപ്പോൾ ഓക്കെ, അങ്ങനത്തെ ഡെലിവറി ഞാൻ റെഡിയാക്കി തരാം. ഒരു 30 കിലോമീറ്റർ വരെ പോകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ആ വന്നല്ലോ. ഈ ഓർഡർ നിനക്ക് ഓക്കെ ആണോ? ഓക്കെയാണ്.
ഒന്നവിടെ നിന്നേ. നിന്നെ ഇന്ന് ആ ബിവറേജിന്റെ മുമ്പിൽ കണ്ടെന്ന് സുമാരൻ എന്നോട് പറഞ്ഞല്ലോ. അവിടെ ഒരു ഹോട്ടലുണ്ട് അച്ഛാ, അവിടെ ഡെലിവറി ഉണ്ടായിരുന്നു. നീ എന്നോട് തുണ പറയാൻ തുടങ്ങിയില്ലേ? അച്ഛൻ എന്നെക്കാൾ വിശ്വാസം ആ സൂചേട്ടനാണോ? ഇന്നട്ട് വാങ്ങിച്ചാൽ അതൊന്നും ഓണാക്കത്തില്ല. ഇടിവെട്ടിയപ്പോ ഓഫാക്കി, ഇപ്പൊ ഓണാക്കാം. സിജോയുടെ മെസ്സേജ് ആണല്ലോ. എനിക്കൊരു ഡെലിവറി ഉണ്ട്, ഇത്തിരി ഹെവിയാ. പനി പിടിച്ച് കിടക്കുന്നതുകൊണ്ട് എനിക്ക് പോകാൻ വയ്യ. നീ അതൊന്ന് കൊണ്ടുപോയി കൊടുക്കണം. സാധനങ്ങളെല്ലാം ഞാൻ എൻ്റെ ബാഗിൽ സെറ്റ് വെച്ചിട്ടുണ്ട്. നീ കൊണ്ട് കൊടുത്താൽ മാത്രം മതി. പറ്റില്ലെന്ന് പറയല്ലേ. പൈസ മൊത്തം നീ എടുത്തോ. സ്ഥിരം കഷ്ടപ്പെടാ, കളയാൻ പറ്റില്ലടാ. നീ അകത്ത് കയറണ്ട, പകർച്ചപ്പനിയാ. ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാ. ഇതേ ആ മാറ്റിനടിയിൽ സാധനം വെച്ചിട്ടുണ്ട്. ആ ലൊക്കേഷൻ ഞാൻ നിനക്ക് ഫോർവേഡ് ചെയ്തേക്കാം. ഞാൻ എടുത്തോളാം. ശരി. ഇവിടെ ആരും കാണുന്നില്ലല്ലോ. ദൈവമേ, പണി കിട്ടുമോ അറിയാൻ വയ്യ. ഒരാളെ പോലും വെളിയിലൊന്നും കാണുന്നില്ലല്ലോ. എന്തായാലും ബെല്ലടിച്ച് നോക്കാം. ഇത് തന്നെയല്ലേ വീട്? ഫുഡ് ഡെലിവറി ആയിരിക്കൂലേ? അതെ. എന്ന് ഫുഡ് പെട്ടെന്ന് എടുക്കാം. അത് തുറക്കടാ, വേഗം തുറക്ക്. എന്താ അത്? നീ കരിയറല്ലേ? ഇല്ല സാറേ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല സാറേ. എനിക്കൊന്നും അറിയത്തില്ല സാറേ. മാഷിരിക്ക്. മാഷിന്റെ മോനല്ലേ വിഷ്ണു? അതെ. അവനിന്ന് ഷാഡോ പോലീസ് പൊക്കിയിട്ടുണ്ട്, കുറച്ചധികം ലഹരി വസ്തുക്കളുമായിട്ട്, അതും ദുരൂഹ സാഹചര്യത്തിൽ. കുട്ടികളെ പഠിപ്പിക്കുന്ന മാഷിനെന്താ സ്വന്തം കുട്ടിയെ നോക്കാൻ നേരം കിട്ടുന്നില്ലേ? മാഷിപ്പോൾ കയറി വരുമ്പോഴേ അവിടെ കുറച്ച് ഡെലിവറി ബോയ്സിനെ പിടിച്ചെടുത്തിരുന്നത് വേണ്ട. മാഷിൻ്റെ മോൻ ഒറ്റൊരുത്തം കാരണമാണ് അവന്മാരവിടെ പിടിച്ചെടുത്തിരിക്കുന്നത്. അവന്മാരെല്ലാ തൊഴിലും മാന്യമായി ജീവിക്കുന്നവരാ. മാഷെന്തൊന്നും മിണ്ടാത്തെ? ഇതൊന്നും എനിക്കറിയില്ല സാർ. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുക? സിന്തറ്റിക് ഡ്രഗ്സ് ഉൾപ്പെട്ട കേസായതുകൊണ്ട് സ്റ്റേഷൻ ജാമ്യം കിട്ടില്ല. അതുകൊണ്ട് മാഷൊരു കാര്യം ചെയ്യ്, ഒരു വക്കീലിനെ കാണും. പിന്നെ മാഷേ, വിഷ്ണു സെല്ലി കിടപ്പുണ്ട്, പോകുമ്പോൾ അവനെ കണ്ടേ. ഈ അവസ്ഥയിൽ എനിക്ക് അവനെ കാണണ്ട സാറേ. എന്നാ ശരി, വക്കീലിനൊന്ന് കണ്ടോളൂ. ശരി സാർ. അതെ സേതു, ഇപ്പം നമ്മളവനെ പുറത്തിറക്കിയില്ലെങ്കിൽ കൂടുതൽ കുഴപ്പത്തിലേക്ക് പോകുന്ന വക്കീൽ പറയുന്നു. അങ്ങനെ പോകാനാണ് പോട്ടെ മാഷേ. മാഷ് അവന് വേണ്ടിട്ട് ഇനി ഒന്നും ചെയ്യണ്ട. എനിക്കില്ലാത്തത് എണ്ണമാണോ നിങ്ങൾക്ക്? എടാ, ഞാൻ കിടന്നു പോയോണ്ട, ഇല്ലെങ്കിൽ നിന്നെ പിറ്റേന്ന് തന്നെ ഞാൻ ഇറക്കിയേനെ. നീ എന്തേലും ഒന്ന് പറ, അറ്റ്ലീസ്റ്റ് നീ എന്നെ തെറിയെങ്കിലും. തെറി വിളിച്ചാൽ ഞാൻ അനുഭവിച്ചൊരു പകരാവോടാ. നീ ഒന്ന് അടിച്ചേ. അടിക്കടാ, ഒറ്റ വലി. അടിക്ക്, അങ്ങനെ. നീ ആ കൈ ഇങ്ങ് കാണിച്ചേ, കാണിക്കടാ. എന്തുവാടാ ഇത്? തീർന്നോ ശാപം?
എത്തിയോടാ? എത്തിയളിയാ എത്തി. പതുക്കെ. ആ ഡാ വീട്ടിൽ ഇപ്പം തന്നെ പോണോ? പോണോടാ, എൻ്റെ ലെവൽ എന്തോന്ന് അവരറിയണം. പിന്നെ അറിയണം. ഓക്കേടാ, നാളെ കാണാം. ഓക്കെ അളിയാ. ഓക്കെ അളിയാ. ഇതെല്ലാവരും നല്ല മാഷേ, എങ്ങോട്ടാ? എനിക്കകത്ത് പോണം. നിന്റെ തോന്നിവാസത്തിന് കയറി വരാനായിട്ട് നീ ഇവിടെ വീട് പണിതിട്ടുണ്ട്. അത് അച്ഛൻ പറയട്ടെ. ഇത് അവനോട് ഇപ്പൊ സംസാരിച്ചിട്ട് കാര്യമില്ല. ഒരു ബോധമില്ലാതെ കയറി വന്നേക്കുന്നത്. വെറുതെ നാട്ടുകാരെ കൊണ്ട് അത് ഇതും പറയിപ്പിക്കാൻ. മാഷവന്റെ കോലം കണ്ടോ? എന്റെ പൊന്നു സേതു തിരിച്ചു വന്നല്ലോ. നാളെ നേരം വിളിക്കട്ടെ, ഞാൻ എല്ലാം പറഞ്ഞ് ശരിയാക്കാം. നീ കറി വയ്ക്കാൻ നോക്കി. എരിയുന്നൊരത്തിയിൽ അണഞ്ഞു പോമാത്മാക്കൾ ചിറകറ്റ ശലഭമായി മായുമോരാശകൾ. എരിയുന്നൊരത്തിയിൽ അണഞ്ഞു പോമാത്മാക്കൾ ചിറകറ്റ ശലഭമായി മായുമോരാശകൾ. ചിറകറ്റ ശലഭമായി മായുമോരാശകൾ. ഇലകൊഴിഞ്ഞ മരച്ചില്ലയിൽ കിളിപ്പാട്ടുമാഞ്ഞു പോയി. ഇരുൾ വീണ പാതയിൽ നിലാവും മറഞ്ഞു പോയി. ഇലകൊഴിഞ്ഞ മരച്ചില്ലയിൽ കിളിപ്പാട്ടുമാഞ്ഞു പോയി. ഇരുൾ വീണ പാതയിൽ നിലാവും മറഞ്ഞു പോയി. ഇലകൊഴിഞ്ഞ മരച്ചില്ലയിൽ കിളിപ്പാട്ടുമാഞ്ഞു പോയി. ഇതാച്ചാ ആ ശരിയെന്നാ. വണ്ടിയുടെ പേര് കേസൊന്നും ഇല്ലല്ലോ അല്ലേ? ചേട്ടൻ ധൈര്യമായിട്ട് വണ്ടി കൊണ്ടിരിക്കുക. കേസൊക്കെ എൻ്റെ പേരില്ല. ശരിയെന്നാ. ഒരു മിനിറ്റ് ഇതാ വരുന്നേ.